ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക്. നാളെ എൻ്റെ പിറന്നാളാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ കത്തിൽ നിന്നാണെന്ന് മനസ്സിലായത്. അവൾ എഴുതിയിരിക്കുന്നു, വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാള്. രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ്. ഞാൻ ശിവന്റെ അമ്പലത്തിലെ ധാരയും പണപ്പായസവും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത് അമ്പലമില്ലേ? ഉണ്ടെങ്കിൽ കുളിച്ചു തൊഴണം. എൻ്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം ഭാര്യ ചെയ്തോളൂ. ആ ഒരു ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവാൻ ഇടയുണ്ട്. ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണിയായി വളർന്നവളാണ്. നാളെ എനിക്ക് ഒഴിവാണ്. പിറന്നാളെന്ന വസ്തുത പൂഴ്ത്തിവെക്കുകയാണ് ഭേദം. അറിഞ്ഞാൽ കൂട്ടുകാരെ ഇരച്ചു കയറും. പാർട്ടി വേണമെന്ന് ശടിച്ചാൽ പേഴ്സ് കാലിയാവും. അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട്. പിറന്നാളിൻ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു. ഇപ്പോഴാകട്ടെ ഒരു നേർത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിൻ്റെ വസന്തകാലമെന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ അവസാനം അടുത്തു തുടങ്ങി. നാളത്തെ പരിപാടികൾ ആലോചിച്ചു. കാലത്ത് 9 മണി വരെയുള്ള ഉറക്കത്തിന് മാറ്റമൊന്നുമില്ല. ഒഴിവു ദിവസങ്ങളിൽ അതാണ് പതിവ്. പിന്നെ ഒന്ന് കുളിക്കാം. അതാണല്ലോ എൻ്റെ ഭഗവതിയുടെ കൽപ്പന. പിന്നെ ആനന്ദഭവനിൽ നിന്നും വരുത്തിയ പൂരി മസാലയും കാപ്പിയും. എന്നിട്ട് 1 രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റിന് ഓർഡർ കൊടുക്കുമ്പോൾ രാജൻ ചോദിക്കും, എന്തടോ വലിയ ഉഷാർ, പെമ്പറന്നോള് പെറ്റോ? എന്നാൽ ഞാൻ വ്യസനിക്കുകയല്ലേ ചെയ്യാ. രഹസ്യമായിരിക്കണമെന്ന മുഖവരിയോട് കൂടി പിന്നെ പിറന്നാൾ കാര്യം പറയും. ഊണിന് കുറുമ സ്പെഷ്യൽ വരുത്താം. പിറന്നാൾ ദിവസം മാംസം തിന്നുവെന്ന് അവൾ അറിയാൻ പാടില്ല. വൈകുന്നേരം ഒരു സിനിമയും. തീർന്നു പരിപാടി. മാസത്തിൻ്റെ ആദ്യത്തിലായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ കൂടി ബഡ്ജറ്റിൽ ഒതുക്കാമായിരുന്നു. രാജൻ ഇനിയും വന്നിട്ടില്ല. അയാൾ നിത്യവും ഓഫീസ് വിട്ടാൽ ക്ലബിൽ പോകും. പിങ് പോങ് കളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരില്ല. കൂജയിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് കുടിച്ച് ഞാൻ വരാന്തയിലെ ചാരുകസേരയിൽ വന്നു കിടന്നു. അയൽക്കാരൻ സേട്ടുവിൻ്റെ 5 വയസ്സ് പ്രായമുള്ള മകൻ എതിർവശത്തുള്ള മുറ്റത്തിരുന്ന് തീവണ്ടി ഓടിക്കുന്നു. പലതും ഓർത്തുപോയി. ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലം, കഴിഞ്ഞുപോയ പിറന്നാളുകൾ, 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ പിറന്നാളിന് ചുറ്റുമായി വേദനയൂറുന്ന ഓർമ്മകൾ നിരവധിയുണ്ട്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടിയുണ്ടായി. അന്ന് ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാൻ നിശ്ചയിച്ചു. കൊല്ലണമെന്ന ആഗ്രഹം ശക്തിമത്തായിട്ടുണ്ട്. ഏത് വിധത്തിലും കൊന്നേ തീരൂ. ശാസ്ത്രീയമായ വിധത്തിൽ കൊല്ലാൻ 6ഓ 7ഓ മാത്രം പ്രായം വരുന്ന എനിക്കറിയില്ല. അവസാനം കൊലപാതകത്തിലെ ഒരു പുതിയ സാങ്കേതിക മാർഗമാണ് അവലംബിച്ചത്. കുളിച്ച് പ്രാർത്ഥന. ആരാണിത് എനിക്ക് പഠിപ്പിച്ചു തന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇതാണ്, നാട്ടിലെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലലിൽ പ്രസിദ്ധി നേടിയ ചിലരുണ്ട്. അയ്യപ്പനും ഭഗവതിയൊന്നും ഇതിൽപ്പെടില്ല. അവരിലും താഴെയുള്ള കൂട്ടരാണ്. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുവിൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കരളുരുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ ശത്രു എന്തുകൊണ്ടോ മരിച്ചില്ല. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചത് പിറന്നാൾ ദിവസമാണ്. ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്ന് അറിയാമായിരുന്നു. ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നായിരുന്നു ധാരണ. ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്തിൽ ഒരു ദിവസം അവിലും ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട്. അന്ന് മാനേജറുടെ പിറന്നാളാണത്രേ. മാനേജറുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടപ്രഥമനും വലിയ പപ്പടവും ശർക്കരയുപ്പേരിയുമുള്ള സദ്യയാണ്. ഞങ്ങളുടെ മാസ്റ്റർമാർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജറുടെ വീട്ടിലാണ് ഊണ്. നമ്പിടി മാസ്റ്റർ മാത്രം പോവില്ല. നമ്പിടി മാസ്റ്റർ മാനേജറേക്കാളും മുന്തിയ ജാതിയാണത്രേ. അപ്പോൾ ചോറുണ്ണാൻ പാടില്ലല്ലോ. ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്നുകൂടി തോന്നി. എൻ്റെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാവും, പക്ഷേ പ്രഥമനുണ്ടാവില്ല. മാനേജർക്ക് വയസ്സായിരിക്കുന്നു. തല നരച്ചിട്ടുണ്ട്. എൻ്റെ വല്യമ്മാവൻ്റെയും തല നരച്ചിട്ടുണ്ട്. പക്ഷെ വല്യമ്മാവന് മുത്തശ്ശിയോളം വയസ്സില്ല. മുത്തശ്ശിയുടെ മകനല്ലേ വല്യമ്മാവൻ. വല്യമ്മാവൻ്റെ പിറന്നാളും പൊടി പൊടിക്കും. അന്നുച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ണാൻ വരും. ഉമ്മറത്തും തെക്കിനിയിലുമെല്ലാം വരിവരിയായി ഇലയിടും. വീട്ടിൽ സദ്യ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ. ദാമോദരനെ കൂട്ടിയ ഞങ്ങൾ 5 ആളുകളുണ്ട്. ദാമോദരൻ വേനപ്പൂട്ടിന് മാത്രമേ വീട്ടിലുണ്ടാവൂ. അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട്. വഞ്ചിപ്പോത്തനെന്നാണ് ഞാനും അപ്പുവും അവന് സ്വകാര്യമായി വിളിക്കുക. പുറത്ത് പറയാൻ പാടില്ല. വല്യമ്മാവൻ്റെ മകനല്ലേ. ഗോട്ടി കളിക്കുമ്പോൾ അവൻ്റെ 2ാം കുഴിക്ക് അടിച്ചാൽ നോക്കണ്ട, വിരൽ കുടുങ്ങും. ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക. ദാമോദരന് കല്ലുഗോട്ടിയാണ്. അതുകൊണ്ട് അടികൊണ്ടാൽ വേദന 3 ദിവസം നിൽക്കും. വല്യമ്മാവൻ്റെ പിറന്നാൾ ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ച തിരിയുമ്പോഴാവും. ക്ഷണിച്ചു വരുത്തിയവരുടെ എല്ലാം കഴിയണം. ദാമോദരന് മാത്രം അമ്മാവൻ്റെ കൂടെ ഇരുന്നുണ്ണാം.
സാധാരണ ദിവസങ്ങളിലും ദാമോദരന് വല്യമ്മാവൻ്റെ കൂടെയാണ് ഊണ്. വടക്കിനിയിൽ കൂറ്റൻ പലകയും നെടുനീളം നാക്കിലിയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം വിട്ട് പോയിക്കൊള്ളണം. പോയിട്ടില്ലെങ്കിൽ കേൾക്കാം, ഈ പൊട്ടിത്തെറിച്ച വക ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. എന്ത് മാമാങ്കം കാണാനാടാ ഇവിടെ നിൽക്കണ? ഇത് വല്യമ്മാവൻ്റെ അമ്മായിയാണ് ചോദിക്കുന്നത്. പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ 4 പേരാണ്. ഞാൻ, ഗോപി, അപ്പു, കുഞ്ഞിമാളു. ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽ പെടില്ല. അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും, രാമോരാ. അമ്മയോ ചെറിയമ്മയോ പറയും, നിങ്ങൾ പോയിരുന്ന് കളിച്ചോളീൻ, ആയെ വിളിക്കാം. അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളുമല്ല. വെറുതെ ഞങ്ങൾ ശകാരിക്കാറില്ല. ഒന്ന് വിട്ടുപോയി, തോട്ടം മുടിയാൻ കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയും അമ്മായി ഞങ്ങൾക്ക് തന്നതാണ്. പലപ്പോഴും വിചാരിക്കും, അമ്മയ്ക്ക് അമ്മായിയെ പിടിച്ച് 4 കൊടുത്താലെന്താ? എന്തോ അമ്മയ്ക്ക് അമ്മായിയെ ഭയമാണ്. ചെറിയമ്മയ്ക്കും. വല്യമ്മാവൻ്റെ അമ്മായി ആയതുകൊണ്ടാവും. വല്യമ്മാവൻ ഉമ്മറത്തിരിക്കുമ്പോൾ ആ വഴി കുളിച്ചു പോകാനുകൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ്. പക്ഷേ അമ്മായി പത്തായപുരയിലാവുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെപ്പറ്റി കുശുകുശുക്കുന്നത് കേൾക്കാം. അമ്മായിയുടെ കഴുത്തിൽ ഏലസ് കോർത്തിട്ട് സ്വർണ്ണനൂല് 4 പവൻ്റെയാണത്രേ. കാപ്പ് ഉടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു. പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു. അമ്മയ്ക്ക് സ്വർണ്ണനൂലും സ്വർണ്ണക്കാപ്പും ഇല്ല. ചെറിയമ്മയ്ക്ക് തോടയും രൂപം കൊത്തിയ ഒരു വളയുമുണ്ട്. അപ്പൂൻ്റെ അച്ഛനെ അങ്ങാടി കച്ചവടം കൊണ്ട് ധാരാളം കാശ് കിട്ടുന്നുണ്ടത്രേ. എൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് സ്വർണ്ണനൂലില്ലാത്തത്. വല്യമ്മാവനും ദാമോദരനും ഉണ്ണുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും. കാച്ചിയ പപ്പടവും അരച്ചു കലക്കിയും കൊണ്ടാട്ടവും ഇലയിൽ കാണാം. പയറ്റ് കൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമാണ്. ദാമോദരൻ കൊണ്ടാട്ടം കറുമുറയെ കടിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിറയും. പാളി നോക്കുന്നത് അമ്മായി കാണാൻ പാടില്ല. ഞങ്ങൾ 4 പേരും ഉരുണ്യൻ മാവിൻ്റെ ചുവട്ടിലേക്ക് നടക്കും. വല്യമ്മാവിനേക്കാളും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചിരുന്നത് ഉരുണ്യമാവാണ്. ആ കൂറ്റൻ മാവിൻ്റെ ചുവട്ടിലെ പുല്ലാനി പടർപ്പുകൾ ഞങ്ങൾ വെട്ടി നീക്കി ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി ഒഴിവുകാലത്ത് പകൽ മുഴുവൻ അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കും. ഉരുണ്യമാവിന് ആ പേര് വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പമാണ്. ഒരു ചെറുനാരങ്ങയോളമേ വലിപ്പമുള്ളൂ. എങ്കിലും എന്തൊരു സ്വാദാ. ചുറ്റുപാടും ഉച്ചവെയിൽ കത്തിയരികയാവും. ഞങ്ങൾ 4 പേരുണ്ടാവുമ്പോൾ യാതൊരു വഴക്കുമില്ല. വടക്കേതിലെ കുട്ടികൾ വന്നാൽ വഴക്കു തന്നെ. അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചെറുത്തു നിൽക്കും. അങ്ങാടിക്കൊട്ടൻ കയറുന്നതും കാറ്റ് വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കിനിയിലാവും. ആവി പറക്കുന്ന ചോറ്, കൊണ്ടാട്ടം, നടുമുറിച്ച് കാച്ചിയ പപ്പടം. നമുക്കും വല്യമ്മാവിൻ്റെ മകനാവാറുന്നു. അപ്പുവിൻ്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചതാണ്. ദാമോദരൻ നീട്ടി വലിച്ച് തേട്ടിക്കൊണ്ട് വയറും തിരുമ്മി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൂട്ടാൻ്റെ സുഖകരമായ മണം മൂക്കിൽ കയറും. അത് കായത്തിൻ്റെ മണമാണോ? കൊണ്ടാട്ടത്തിന് സ്വാദിനെപ്പറ്റി ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ ചോദിക്കില്ല. ചിലപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും. ഞങ്ങളുടെ മുമ്പിലിരുന്ന് തിന്നാനാണ് അവന് രസം. ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പവും ഗോപിയും കുഞ്ഞുമാളും ഉള്ളപ്പോൾ ചോദിക്കാനൊരു മടി. ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു, ഒന്നെനിക്ക്? അവൻ തൊള്ള പൊളിച്ച് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അത്ര പൂതിയുണ്ടാ? എൻ്റെ അഭിമാനം കയറി മുറിഞ്ഞു. മാങ്ങ കിട്ടിയാൽ അവന് കൊതി പിടിപ്പിച്ചുകൊണ്ട് തിന്നാണ്, ഒരു കഷണവും കൊടുക്കാതെ തിന്നാണ് ഞാൻ അതിന് പകരം വീട്ടിയിരുന്നത്. ദാമോദരൻ കൊതിയനാണ്. പക്ഷേ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ. അവരുടെ ദാമോദരന് വയറിളക്കം പിടിച്ചത് എൻ്റെ കൊതി കൊണ്ടാണത്രേ. കുറേ നേരം കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിളി കേൾക്കാം, കുഞ്ഞികൃഷ്ണ ഇങ്ങോട്ട് വന്നോളീൻ. ഞങ്ങൾക്ക് നടപ്പുരയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ചോറല്ല, വരിവരിയായി ഓട്ടുകിണ്ണങ്ങളിൽ കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും ഇരിപ്പുണ്ടാവും. എനിക്കത് കാണുമ്പോൾ ഒരു അമർഷമാണ് തോന്നുക. ആരോടെന്നറിയില്ല. ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ഞാനത് അകത്താക്കും.